ഹരേ കൃഷ്ണ. മൈ ആസ്ട്രോവിനിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായിട്ട് വിലയിരുത്തുമ്പോൾ ചില ഗ്രഹമാറ്റങ്ങളും ഗ്രഹങ്ങളുടെ പ്രത്യേക കൂടിച്ചേരലുകളും ഒക്കെ ചില രാശിക്കാർക്ക് അവസാനമില്ലാതെ നേട്ടങ്ങളാണ് നൽകപ്പെടുന്നത്. പലപ്പോഴും പ്രതീക്ഷിക്കാതെ എന്താ പറയാ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അനുകൂലമായിട്ട് മാറുകയും അത്ഭുതപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. അപ്പൊ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ആരോഗ്യം, സമ്പാദ്യം, എന്താ പറയുക, വിജയം, വിവിധ നേട്ടങ്ങൾ എന്നിവ ഒരേ സമയം ചിലർക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇത്തരം ഗുണപരമായ ഫലങ്ങൾക്ക് കാരണമാകുന്ന പ്രത്യേക രാശികളും അതുപോലെ തന്നെ ഗ്രഹസ്ഥാനങ്ങളും ഉണ്ട്. ഇപ്പൊ നവഗ്രഹങ്ങളിൽ പ്രധാന സ്വാധീനം ചെലുത്തുന്ന ശനി ഇപ്പോൾ മീനം രാശിയിൽ സഞ്ചരിക്കുകയാണ്. കൂടാതെ ഏപ്രിൽ 2-ന് ബുധനും മീനം രാശിയിൽ പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ 11-ന് ചൊവ്വയും മീനം രാശിയിലേക്ക് കടക്കുകയും ഇതിനോടൊപ്പം ചന്ദ്രൻ ഈ സമയത്ത് മീനത്തിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഗ്രഹസാന്നിധ്യങ്ങളുടെ ഫലമായിട്ട് ചില രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു കാലഘട്ടം രൂപം കൊള്ളുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അപൂർവമായ ചതുർഗ്രഹ യോഗത്തിനൊരു തുടക്കം കുറിക്കുകയും ചെയ്യുന്നുണ്ട്. ശക്തമായ ഗ്രഹങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കുന്നതിന്റെ ഫലമായിട്ട് ചില രാശിക്കാർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാനാവാത്ത ഒരു ശുഭഫലങ്ങളാണ് ലഭിക്കാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നത്. ഇതോടൊപ്പം തന്നെ ജീവിതത്തിലെ ഏറ്റവും അനുകൂലവും വിജയകരവുമായ ഒരു ഘട്ടത്തിന് തുടക്കം കുറിക്കും. ഈ കാലഘട്ടം സമ്പൂർണമായ ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് എത്തിക്കും. അതിനാൽ തന്നെ ജീവിതം തന്നെ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് മാറുന്ന അനുഭവങ്ങളാണ് നിങ്ങൾക്ക് വരിക. ഇത്തരമൊരു ശക്തമായ ഗ്രഹയോഗം ഉണ്ടല്ലോ, ഏതൊക്കെ രാശിക്കാർക്ക് ഗുണപരമായിട്ട് മാറുന്നു എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഈ ചതുർഗ്രഹ യോഗത്തിന്റെ ഫലമായിട്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അനുഭവിക്കുന്ന രാശിക്കാർ ആരൊക്കെയെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. കന്നിരാശി, ചിങ്ങം രാശി, തുലാം രാശി, ധനുരാശി ഇവയാണ് ആ ഭാഗ്യരാശികൾ. ഇതിലുൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഈ ഗുണാനുഭവം ലഭിക്കുന്നതാണ്. ആദ്യം നമുക്ക് കന്നിരാശിയിലേക്ക് കടക്കാം. കന്നിരാശിക്കാർക്കുണ്ടല്ലോ, ജാതകത്തിലെ 7-ാം ഭാവത്തിലാണ് ചതുർഗ്രഹ യോഗ രൂപം കൊള്ളുന്നത്. ഇതിന്റെ ഫലമായിട്ട് മത്സര പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ശത്രുക്കളുടെ സ്വാധീനമൊക്കെ കുറയുകയും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും. എന്നാൽ കടം കൊടുക്കലും കടമെടുക്കലും സംബന്ധിച്ച് കൂടുതൽ ജാഗ്രത പാലിക്കുന്നത് വളരെ നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടമാണ്. പഠനരംഗത്ത് മികച്ച മുന്നേറ്റവും നേട്ടങ്ങളൊക്കെ കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഓഹരി വിപണിയിലും മറ്റ് നിക്ഷേപ മേഖലകളിലും ലാഭസാധ്യതകൾ തെളിയും. ഇതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കും. പുതിയ വാഹനം അല്ലെങ്കിൽ വസ്തുക്കളൊക്കെ സ്വന്തമാക്കാനുള്ള ഒരു യോഗവും ഈ സമയം കാണുന്നുണ്ട്. അടുത്തത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്ക് ജാതകത്തിലെ 8-ാം ഭാവത്തിലാണ് ചതുർഗ്രഹ യോഗ രൂപം കൊള്ളുന്നത്. ജോലി ചെയ്യുന്നവർക്ക് ഇത് സംശയമില്ലാതെ ഒരു സുവർണ കാലഘട്ടമായിട്ടാണ് മാറുക. ജോലിയിൽ കാണിക്കുന്ന മികവും മികച്ച ആശയവിനിമയ ശേഷിയൊക്കെ മേലധികാരികളുടെ സമീപനത്തിലുണ്ടല്ലോ അനുകൂലമായ മാറ്റങ്ങളാണ് ഉണ്ടാവുക. ബിസിനസ് രംഗത്ത് ചെയ്യുന്ന എല്ലാ ശ്രമങ്ങളും വിജയകരമാവാനുള്ള ഒരു സാധ്യതയും ഇതോടൊപ്പം കാണുന്നുണ്ട്. ആരോഗ്യനിലയിൽ നോക്കുകയാണെങ്കിൽ വ്യക്തമായ പുരോഗതിയും അനുഭവപ്പെടും. അപ്രതീക്ഷിത ധനലാഭത്തിനുള്ളൊരു സാധ്യതയും ശക്തമായിട്ട് തെളിയുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് സാമ്പത്തിക സ്ഥിതി കൂടുതൽ സ്ഥിരതയും ശക്തിയൊക്കെ നേടുന്ന ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കും. അടുത്തത് തുലാം രാശിയാണ്. ജാതകത്തിലെ 6-ാം ഭാവത്തിലാണ് ഗ്രഹസംയോഗം രൂപം കൊള്ളുന്നത്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ധാരാളം സാമ്പത്തിക നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് എത്തുകയും വ്യക്തിത്വത്തിലെ ആകർഷണീയതയുണ്ടല്ലോ ഇവ വർദ്ധിക്കുകയും കാര്യങ്ങളെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തിട്ട് പരിഹാരങ്ങളിലേക്ക് എത്താനുള്ള കഴിവ് ശക്തമാവുകയും ചെയ്യുന്നുണ്ട്. സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരം ലഭിക്കുന്ന അവസരങ്ങൾ ഉണ്ടാവുകയും ബിസിനസ് രംഗത്തിലുള്ളവർക്ക് ഇത് ലാഭകരമായ കാലഘട്ടമാവും. ചിലവുകൾ കൂടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. എന്നാലും ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ സാമ്പത്തിക ഫലം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. കൂടാതെ വിദേശയാത്രകൾ നടത്തുന്നത് ഗുണപരമായ ഒരു മാറ്റങ്ങൾക്കും അതുപോലെ പുതിയ അവസരങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട്. അടുത്തത് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ സമയത്ത് നിരവധി മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അവയിൽ പലതും ഭാഗ്യകരവും സന്തോഷകരവുമായ അനുഭവങ്ങളായിരിക്കും. വരുമാന സ്രോതസ്സുകളൊക്കെ വർദ്ധിച്ചിട്ട് സാമ്പത്തിക സ്ഥിതി ശക്തമാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കുകയും അതിലൂടെ ബന്ധങ്ങളിലെ അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ജോലിയിലെ നേട്ടങ്ങൾ തേടിയെത്തുകയും തൊഴിൽ രംഗത്ത് നോക്കുകയാണെങ്കിൽ മികച്ച പുരോഗതി കൈവരിക്കാനും നിങ്ങൾക്ക് കഴിയും. പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ഇടപെടലും ഒക്കെ നടത്തുന്നത്
നല്ല ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുക. ജോലി സംബന്ധമായ യാത്രകൾ ഗുണപരമായ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും. ബിസിനസ് ആരംഭിക്കാൻ ഇത് അനുകൂലമായ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പുതിയ സംരംഭങ്ങളൊക്കെ നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതം നോക്കുകയാണെങ്കിൽ സ്നേഹവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.